പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് ഫറോക്കിൽ അപകടമുണ്ടായിരിക്കുന്നു. ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ആണ് അപകടമുണ്ടായിരിക്കുന്നത്. ലോറി മറിഞ്ഞ് നഗരസഭാ ചെയർമാന്റെ വീടിന് മുകളിലേക്ക് വീണു. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കോഴിക്കോട് ഫറോക്കിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർമാന്റെ വീടിന്റെ മുകളിലേക്കാണ് ലോറി മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഡ്രൈവർക്ക് നിസ്സാരമായ പരിക്ക് സംഭവിച്ചിട്ടുള്ളൂ. കോഴിക്കോട് ഫറോക്കിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. വീടിന് മുകളിലേക്ക് ലോറി മറിയുകയായിരുന്നു. നഗരസഭാ ചെയർമാന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞിരിക്കുന്നത്. വീടിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, കോഴിക്കോടാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ലോറി വീടിന് മുകളിലേക്ക് വീണാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കോഴിക്കോട് ഫറോക്ക് മുനിസിപ്പാലിറ്റിക്ക് ലോറി മറിഞ്ഞിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിക്ക് സമീപം ലോറിയാണ് വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. മുനിസിപ്പാലിറ്റി വീടിന് മുകളിലേക്ക് തന്നെയാണ്. ഫറോക്ക് മുനിസിപ്പാലിറ്റി ചെയർമാൻ NC റസാഖിന്റെ വീടിന്റെ മുകളിലേക്കാണ് കേടുപാടുകൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ അപകടത്തിൽ നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് മാത്രമാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ ഘടകത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ പരിപാടി തുടർന്നുള്ള സംഘടനകൾ അവിടെ ജനങ്ങളെ ക്ഷണിക്കാനാകുന്ന എല്ലാ സംവിധാനങ്ങളും ജനങ്ങളുടെ ബന്ധുവെക്കുകയാണ്. നമുക്കറിയാം, ആ പ്രദേശത്ത് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ശ്വസിക്കാനുള്ള വായു മലിനീകരണം. കോഴിക്കോട് ഫറോക്കിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. റോഡരികിൽ പാർക്ക് ചെയ്ത സിമന്റ് ലോറിയാണ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖിന്റെ വീടാണ് തകർന്നത്. കോഴിക്കോടാണ് സംഭവം. ഫറോക്കിൽ അപകടമുണ്ടായിരിക്കുന്നു. ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് നഗരസഭാ ചെയർമാന്റെ വീടിന് മുൻഭാഗം തകർന്നു. ഡ്രൈവർക്ക് നിസ്സാരമായ പരിക്കുകളാണുള്ളത്. മറിഞ്ഞത് നിർത്തിയിട്ട ലോറിയാണ്. സിമന്റ് നിറച്ച് റോഡരികിൽ പാർക്ക് ചെയ്ത ലോറിയാണ് മറിഞ്ഞു വീണ് അപകടമുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ഫറോക്കിലാണ് സംഭവം. കോഴിക്കോട് ഫറോക്കിൽ അപകടം സംഭവിച്ചിരിക്കുന്നു. ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് നഗരസഭാ ചെയർമാന്റെ വീടിന്റെ മുൻഭാഗം തകർന്നിരിക്കുന്നു. നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖിന്റെ വീടാണ് തകർന്നിരിക്കുന്നത്. ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകളാണുള്ളത്. റോഡരികിൽ പാർക്ക് ചെയ്ത സിമന്റ് ലോറി, നിർത്തിയിട്ടിരുന്ന സിമന്റ് ലോറിയാണ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. കോഴിക്കോടാണ് സംഭവം. ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകളേ ഉള്ളൂ. കോഴിക്കോട് ഫറോക്കിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർമാന്റെ വീടിന് മുൻഭാഗത്തേക്കാണ് ലോറി മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖിന്റെ വീടാണ് തകർന്നിരിക്കുന്നത്. റോഡിൽ പാർക്ക് ചെയ്ത സിമന്റ് ലോറി മറിഞ്ഞാണ് വീടിന്റെ മുൻഭാഗത്തേക്ക് വീണിരിക്കുന്നത്. ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകളാണുള്ളത്. കോഴിക്കോട് ഫറോക്കിലാണ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്.